ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. പോൺസിൻ്റെ BB ക്രീമിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. 2 ഷെയ്ഡുകളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. ഇതെന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ പ്ലസ് സ്കിൻ കെയർ ക്രീമാണ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫൗണ്ടേഷൻ പ്ലസ് സ്കിൻ കെയർ ക്രീമിൻ്റെ ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ വളരെ പോപ്പുലറാണ്. ഇപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിവ്യൂ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈ വീഡിയോയിലെന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആർക്കൊക്കെയാണ് ഇത് സ്യൂട്ട് ആവുന്നത്, ഏത് സ്കിൻ ടൈപ്പിനാണ് ഇത് ചേരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും നോക്കാം. പാക്കേജിങ് ഉണ്ടോ വളരെ ക്യൂട്ടായിട്ടൊരു പിങ്ക്, ഇതുപോലെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ് വരുന്നത്. ഇത് രണ്ടും ഇതുപോലെയാണ് കേട്ടോ. ഇത് ക്വാണ്ടിറ്റിയുടെ വ്യത്യാസമുണ്ട്, ഷെയ്ഡിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ഇത് വന്നിട്ട് 18 ഗ്രാമാണ്. 18 ഗ്രാം വരുന്ന 165 രൂപ. ഞാൻ സൈഡിലായിട്ട് പ്രൈസ് ഒന്നും കൂടി മെൻഷൻ ചെയ്തിരിക്കാം കേട്ടോ. ഇതുപോലത്തെ സ്ക്യൂസ് ടൈപ്പാണ്, നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. എന്തൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് ആണ് പറയുന്നത്. ലൈറ്റ് മേക്കപ്പ് ഗ്ലോ ആണ്. പിന്നെ വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ പ്ലസ് വൈറ്റമിൻ എൻറിച്ച്ഡ് ക്രീം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ SPF 30 PA++. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ബിഗിനേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ അധികം നാച്ചുറൽ ലുക്കാണ് ഇഷ്ടം, അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനും കോളേജിലൊക്കെ പോണ കുട്ടികൾക്ക്, ഓഫീസിൽ പോണവർക്കൊക്കെ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. പിന്നെ കവറേജ് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ഫിംഗർ വെച്ചിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ മൈനറായിട്ടുള്ള ചെറിയ ഡോട്ട്സുകൾ, പിമ്പിൾസിൻ്റെ ചെറിയ ഷെയ്ഡൊക്കെ ആണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ ഷെയ്ഡുകളൊക്കെ ആണെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണിത്. പിന്നെ വരുന്നത് ഇത് മാറ്റ് ഫിനിഷ് ആണ്. അതായത് നമുക്ക് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്, നന്നായിട്ട് ചേരും. പക്ഷെ ഡ്രൈ സ്കിന്നിന് ഇതത്ര സ്യൂട്ട് അല്ല കേട്ടോ. ഇത് ലൈറ്റ് വെയ്റ്റ് ഫോർമുലയാണ് ഇതിൻ്റെ. അതായത് കുറേ ഹെവിനെസ് തോന്നത്തില്ല, നമുക്ക് വളരെ എന്തുവാ പറയുന്നത്, വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്കിത് ഒരു ഓവർ ഇതായിട്ട് തോന്നത്തില്ല. നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായാലും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ഒരു ഫോർമുലയാണ്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, നല്ല ഒരു ഇതാണ്. ഇതിൻ്റെ ആ ഒരു കവറേജും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലി യൂസിന് പറ്റുന്നതാണിത്. 4-5 മണിക്കൂറൊക്കെ ഇത് ലോങ് ലാസ്റ്റിംഗ് നിൽക്കും കേട്ടോ. പക്ഷേ ഒരു ഓയിൽ ടൈപ്പ് സ്കിന്നിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സൺ പ്രൊട്ടക്ഷൻ ഒരു ചെറിയ രീതിയിൽ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള സൺ പ്രൊട്ടക്ഷൻ, ഡീസൻറ്റ് സൺ പ്രൊട്ടക്ഷൻ അല്ല വരുന്നത്, ചെറിയ രീതിയിലേക്ക് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചാലും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടാൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇതിൽ സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേറെ ഉപയോഗിക്കാതിരിക്കല്ലേ. ഒരു കാലാവസ്ഥയും ചൂടുമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50 എബോങ്കിലും ഒക്കെ ആയിരിക്കും പ്രോപ്പറായിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇതിൽ തന്നെ വരുന്ന വൈറ്റമിൻ എൻറിച്ച്ഡ് ക്രീമാണ്. അതായത് വൈറ്റമിൻ എൻറിച്ച്ഡ് ആയതുകൊണ്ട് സ്കിന്നിന് കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് സ്കിൻ കെയർ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കാം. ഇത് വാങ്ങാൻ പോകണമെങ്കിൽ ആദ്യം വേണ്ടത് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ഇനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നാച്ചുറൽ ലുക്കാണ്. ബിഗിനേഴ്സിനൊക്കെ നമുക്കിപ്പോൾ മേക്കപ്പിനെ കുറിച്ചൊന്നും അധികം അറിയത്തില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിന്നിലൊരു ഫിനിഷ് ലുക്ക്, ഒരു നാച്ചുറൽ ആയിരിക്കണം. ചെറിയ രീതിക്ക് ഒരു മേക്കപ്പൊക്കെ ആവാം, ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ആവാമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വേറൊന്നും വേണ്ട, നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കൂടുതലൊന്നും മേക്കപ്പും ഇല്ല, നമുക്ക് കൂടുതൽ മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ നോളജ് ഒന്നും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബിഗിനേഴ്സിന് പറ്റിയതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റും, ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും ഇത് വാങ്ങാൻ പറ്റും. സൺ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ SPF 30 PA++ ആണ് വരുന്നത്. അത് ഇനഫ് അല്ല, നമുക്ക് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ഒന്നും അല്ല അതൊന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചാലും സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് സ്കിൻ ടാൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ ആ സൺ പ്രൊട്ടക്ഷനും കൂടി ഇതിൻ്റെയോടൊപ്പം ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അഫോർഡബിൾ പ്രൈസിന് വളരെ ഈസി ആയിട്ട് നാച്ചുറൽ ലുക്ക് തരുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചെറിയ രീതിയിലുള്ള കവറേജ് കിട്ടുന്നുണ്ട്. ചെറിയ ഡോട്ട്സുകൾ, ചെറിയ മൈനറായിട്ടുള്ള ബ്ലെമിഷസ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് കവർ ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജും കൂടെ നോക്കാം. അതും കൂടെ നോക്കിയിട്ടാണല്ലോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് ആകെ 2 ഷെയ്ഡിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഇപ്പം നമുക്ക് ഫെയർ സ്കിന്നിനും
ഒരുവിധം മീഡിയം സ്കിന്നിനാണെങ്കിൽ ഇത് ഓക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഡസ്കി സ്കിന്നിന് ഇത് സ്യൂട്ടല്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഡസ്കി സ്കിന്നാണ്. അതായത് ഒരുപാട് അങ്ങ് ഡാർക്കും അല്ല മീഡിയം അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു കളറാണ്. ഞാൻ പറഞ്ഞു തരുന്നത് വേറൊന്നിനുമല്ല, എൻ്റെ സ്കിൻ ടൈപ്പിലുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട, നമുക്ക് ചേരത്തില്ല. പിന്നെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനാണ് അവർ കുറച്ചൊന്ന് എൻ്റെ കളറാണ് ഡസ്കി ആണെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ഡസ്കി സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണെങ്കിൽ ഈ ഭാഗത്തോട്ടേ പോകണ്ട, നമുക്കിത് ചേരത്തില്ല. ചേരുന്ന വേറെന്ന് വെച്ചിട്ടില്ല, ഒരു പുട്ടി അടിച്ചൊരു ഫീല് വരും. പ്രത്യേകിച്ച് നമുക്ക് ഇതിലൊരു ഷെയ്ഡ്, ഈ ഐവറി എന്ന് പറയുന്ന ഷെയ്ഡ് ഒട്ടും ചേരത്തില്ല. നമുക്കൊരു വൈറ്റ് കാസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ആവാനും ഒക്കെ വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരുവിധം നമുക്ക് ചേരുന്നതെന്ന് പറയുന്നത് നാച്ചുറലാണ്, ഈ ഒരു ഷെയ്ഡാണ് ചേരുന്നത്. അപ്പം ഞാനൊരു റൈറ്റ് സൈഡിൽ ഇട്ടത് ഐവറിയിലതും അതുപോലെ നാച്ചുറലാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വൈറ്റ് കാസ്റ്റും കൂടുതലാണ്, സ്കിന്നിന് സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഫെയർ മീഡിയം സ്കിന്ന് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വരുന്ന ഈ 2 ഷെയ്ഡിൽ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ഷെയ്ഡാണ്, ഈ കാണുന്നത്. ഇത് നമുക്ക് മീഡിയം സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. കുറച്ചൊരുവിധം കോമ്പിനേഷനാണ്. മീഡിയം സ്കിന്നാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചത് ഉപയോഗിക്കാം, നല്ലതാണ് കേട്ടോ. പിന്നെ പ്ലസ് സൺ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ടാൻ വരും. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് ഇത് ഐവറിയുടെ ഷെയ്ഡാണ്. ഐവറി ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇത് നല്ല ഫെയർ ആയിട്ടുള്ള നല്ല ലൈറ്റ് സ്കിന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ സ്കിൻ ടൈപ്പും ഓയിലിയാണ്, കോമ്പിനേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫെയർ ആയിട്ടുള്ള ഒരാളാണ്, അവരുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ഒരിക്കലും ഇത് ഉപയോഗിച്ച് നോക്കാൻ പോകരുത്. അത് കുറച്ചുകൂടെ സ്കിന്നിനെ ഒന്ന് ഇതാക്കും കേട്ടോ, ഡ്രൈനെസ് കൂട്ടും, ഫിനിഷിങ് ഒന്നും കിട്ടത്തില്ല. പിന്നെ വന്നിട്ട് ഈ 2 ഷെയ്ഡും ഡസ്കി സ്കിന്നിന് ചേരത്തില്ല. ഒരു വിധമെങ്കിലും നമുക്ക് ഇത് ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ആഗ്രഹമുണ്ട് ഒന്ന് നോക്കാം, സ്കിൻ നല്ല ക്ലിയർ ആണ്, അധികം പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ല. ചിലർ പൗഡറൊക്കെ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ളവർക്കാണ് ഒരു ഫൗണ്ടേഷൻ ഒന്ന് ഉപയോഗിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുന്ന കുഴപ്പമില്ല, നമുക്ക് ഈസി അവൈലബിളുമാണ്, അധികം വിലയൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഐവറി എന്ന് പറയുന്നത് ഒരിക്കലും ഡസ്കി സ്കിന്നിനും മീഡിയത്തിന് താഴെ വരുന്ന സ്കിൻ ടോണിനും ഒന്നും ചേരത്തില്ല. ഇത് ഫെയർ ലൈറ്റ് സ്കിന്നിന് മാത്രം ചേരുന്ന ഒരു ഷെയ്ഡാണ്. അത് കാണുമ്പോൾ അറിയാം, വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാനത് ഡെമോ ചെയ്തപ്പോൾ കണ്ടോ, ഞാനത് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ്, കോമ്പിനേഷനും അല്ല ഓയിലി സ്കിന്നും അല്ല, നോർമലാണ്. എൻ്റെ സ്കിന്നിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇതാ ഈ ഭാഗത്തും ഈ ഭാഗത്തുമൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതൊന്നും കവർ ചെയ്യാനൊന്നും ഇതിന് പറ്റുന്നില്ല. പിന്നെ നല്ലൊരു മണമാണ്, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് കാണുമ്പോഴും നമുക്കൊരു അട്രാക്ഷൻ, ഒരു കൗതുകമുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് നോക്കിയത്. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഡക്റ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരുവിധമുള്ള ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം, ഡിസ്കസ് ചെയ്യാം. പ്രൈസൊക്കെ ഞാൻ സൈഡിലായിട്ട് മെൻഷൻ ചെയ്തിരിക്കാം. ഓക്കെ, ബൈ ബൈ.